കട്ടപ്പനയിലെ CPIM ഭരിക്കുന്ന സഹകരണ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കി നിക്ഷേപകൻ. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു ആണ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ തുക നൽകാൻ തയ്യാറായില്ല എന്നാണ് വിവരം. സാബുവിൻ്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ കോൺഗ്രസ് BJP പ്രവർത്തകർ ഇപ്പോൾ അവിടെ പ്രതിഷേധ സമരം നടത്തുകയാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. നിക്ഷേപ തുക ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു നിക്ഷേപകന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? CPIM നേതൃത്വം നൽകുന്ന ഈ ഭരണസമിതി, ബാങ്കിൻ്റെ ഭരണസമിതി എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? വളരെ ദാരുണമായ ഒരു സംഭവം. ഇന്ന് രാവിലെയാണ് ഈ മുളങ്ങാശ്ശേരിയിൽ സാബു എന്നയാൾ ഈ ബാങ്കിന് മുമ്പിൽ തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത്. ഈ അദ്ദേഹത്തിനെ കുറിച്ച് പണം, അദ്ദേഹത്തിന്റെ നിക്ഷേപമായി അവിടെ ഉണ്ടായിരുന്ന പണം, അത് തിരികെ പലതവണ ബാങ്കിൽ കയറി ഇറങ്ങി ചോദിച്ചിട്ടും ബാങ്ക് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്ന തുക. ആ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയും അദ്ദേഹം ബാങ്കിൽ കയറി ഇറങ്ങിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് മോശമായ പെരുമാറ്റമാണ് ബാങ്ക് ഭരണസമിതിയുടെയും അവിടെ ഉണ്ടായിരുന്നവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയിൽ പുറത്തു വന്ന ആ കുറിപ്പിൽ ഉള്ളത്. അതിൽ അവിടെ ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും ചില ഭരണസമിതി അംഗങ്ങളുടെയും പേര് പോലും അതിൽ അദ്ദേഹം എഴുതി വെച്ച ശേഷമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ നിക്ഷേപ തുക ആവശ്യപ്പെട്ടത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ ഈ ബാങ്കിലുണ്ട്. ഇദ്ദേഹം കട്ടപ്പനയിൽ ടൗണിൽ ഒരു ഫാൻസി സ്റ്റോർ, ലേഡി സ്റ്റോർ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു വ്യാപാര സ്ഥാപനം അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളിൽ ഏതാണ്ട് വലിയ ഒരു തുക തന്നെയാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യ തൊടുപുഴയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ആ ചികിത്സാർത്ഥം ആവശ്യമായ പണം ചോദിച്ചുകൊണ്ടാണ് ഈ ബാങ്കിലേക്ക് ചെന്നത്. വളരെ അത്യാവശ്യമായി ഈ പണം തനിക്ക് തിരികെ വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് ഭീഷണി മുഴക്കി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയതായി കാണപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ ബാങ്കിന് മുമ്പിൽ. ഒരു നിമിഷം ആൽവിൻ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയ സാബുവിൻ്റെ ബന്ധു സണ്ണി, അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സണ്ണി, എന്താണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ? ഈ ബാങ്കിൽ ചെന്ന് ആവശ്യപ്പെട്ടിട്ടും അവർ പണം നൽകാൻ തയ്യാറായില്ലേ? പുള്ളി ഓസ്ട്രേലിയയിലായിരുന്നു. ഓസ്ട്രേലിയ ജോലി ചെയ്തിട്ട് പുള്ളി വന്നിട്ട് ഇവിടെ ഒരു കട തുടങ്ങിയതാണ് കട്ടപ്പന. കടയായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഓസ്ട്രേലിയയിലുണ്ടായ സമ്പാദ്യം എല്ലാം കൂടെ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. 35 ലാഖോളം ഡിപ്പോസിറ്റ് ചെയ്തിരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന പൈസ പല പ്രാവശ്യം പിൻവലിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞ വർഷം അത്യാവശ്യം എമൗണ്ട് കൊടുത്ത് വെള്ളിയാങ്കുടി എന്ന സ്ഥലത്ത് വീട് വാങ്ങിച്ചായിരുന്നു. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ചോദിച്ചപ്പോൾ 35 ലക്ഷത്തിൽ കുറച്ച് പൈസ കൊടുക്കാൻ തയ്യാറായുള്ളൂ. അത് കൂടാതെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ആ പൈസ തിരിച്ചു കൊടുത്തത്. അത്രയും തന്നെ അതൊരു 25 ലാഖോളം ഡിപ്പോസിറ്റ് കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ വൈഫ് എൻ്റെ പെങ്ങള് യൂസഫ് റിമൂവ് ചെയ്യാനായിട്ട് മുതലക്കോടം തൊടുപുഴ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഓപ്പറേഷൻ ചെയ്ത് ഇന്ന് ഡിസ്ചാർജ് ആയിരുന്നു. ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ പുള്ളി ചെന്നു. പൈസ 2 ലക്ഷം രൂപ അർജന്റായിട്ട് വേണം, 25 ലക്ഷത്തിന്. അവർ പറഞ്ഞു ഒരു കാരണത്തിലും പൈസ ഇല്ല, തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ എന്തോ വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പുള്ളിക്ക് പൈസ കൊടുത്തില്ല. എനിക്ക് അങ്ങനെ ഇപ്പോൾ സ്ഥലം മേടിച്ചതിന് പുള്ളിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. പൈസ അത്യാവശ്യമായിട്ട് പുള്ളി ചെന്നത്. 25 ലക്ഷം രൂപയുടെ പലിശ പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇന്നലെ അതുമായിട്ട് മാനസിക വിഷമത്തിൽ വീട്ടിൽ വരുന്നത്. ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരണം പൈസ. അപ്പോൾ സ്വർണ്ണ പണയമെല്ലാം വെക്കാൻ പ്ലാൻ ചെയ്താൽ വരുന്ന രാത്രി ഒരു പൈസ കൊടുക്കാത്തതുകൊണ്ട് ഈ ബാങ്കുകാർ ഇല്ലേ വിളിച്ചിട്ട് രാത്രി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അറിവ്. അതെന്റെ സണ്ണി, ഇതിപ്പോ ഈ പാർട്ടിക്കാരൊക്കെ നടത്തുന്ന ബാങ്കല്ലേ? CPMന്റെ ആളുകളൊക്കെയാണല്ലോ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലെ പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കില്ലേ? അപ്പോൾ ഇവരൊക്കെ എന്താ പറയുന്നത്? ഇവർ എന്തുകൊണ്ടാണ് പണം നൽകാത്തത്? അവരോട് സ്വാഭാവികമായിട്ടും ബാങ്കിലുള്ള ആളുകളും പാർട്ടിക്കാരായിരിക്കുമല്ലോ. അവരോട് പറഞ്ഞപ്പോൾ അവർ പണം കൊടുത്തുമില്ല. അദ്ദേഹത്തെ വലിയ മാനസിക വിഷമത്തിലാക്കുകയാണോ ചെയ്തത്? പണം കൊടുത്തുമില്ലെന്നുണ്ട്. രാത്രി ഫോൺ വിളിച്ചിട്ട് പുള്ളിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിവ്. പുള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ അത് അറിയാൻ പറ്റുകയുള്ളൂ. കാരണം അതുപോലെ ഭീഷണിയെ വിളിക്കുന്നെന്ന് പറഞ്ഞു. നിന്നെ തട്ടിക്കളയുന്നു, അല്ലെങ്കിൽ നിനക്കെതിരെ കേസ് കൊടുക്കുന്നു, നീ ബാങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ മാനസിക വിഷമത്തോടുകൂടി പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ആരാണ് സണ്ണി ഇത്? ആരാണ് അവിടുത്തെ ബാങ്കിന്റെ ഏത് ആളാണ് ഇത് ചെയ്തത്? വിളിച്ചു അതറിയത്തില്ല. കോർപ്പറേറ്റ് സൊസൈറ്റിയാണ് അത്. BRCC എന്ന ആളായിരുന്നു നേരത്തെ ഇതിന്റെ പ്രസിഡന്റ്. ഇപ്പൊ ആരാന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. അതിന്റെ അഡ്രസ് വേണമെങ്കിൽ ഞാൻ പറയാം. സൊസൈറ്റിയുടെ ഇതിപ്പോ നേരത്തെ മുതൽ തന്നെ CPM ഭരിക്കുന്ന ബാങ്ക് ആണോ ഇത്? നേരത്തെ മുതൽ തന്നെ CPMന്റെ കൈവശമുള്ള ബാങ്കാണോ? നേരത്തെ മുതൽ
അദ്ദേഹം പിന്നീട് ആരോടെങ്കിലും ഈ കുടുംബാംഗങ്ങളോട്, ഭാര്യയോടോ മക്കളോടോ മറ്റോ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? അദ്ദേഹം ഷെയർ ചെയ്യാറില്ല, പുള്ളി ഷെയർ ചെയ്യാറില്ല. പുള്ളിയുടെ എന്റെ പെങ്ങള് എന്നോട് പറയാറുണ്ട് പല കാര്യങ്ങളും, ഈ പൈസ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളും ഇത് കൊടുക്കാത്തതിന്റെ. എപ്പോൾ ചെന്നാലും ഒരു പൈസ കൊടുക്കത്തില്ല, ഒരു കാരണവശാലും പൈസ ചോദിക്കാൻ പറയുന്നത് ഞങ്ങളുടെ ഇന്നിപ്പോൾ ഇല്ല, തരാനില്ല എന്നാ പറയുന്നത്. കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അവകാശപ്പെട്ട പൈസയില്ല, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമല്ലോ, നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് പുള്ളി ആത്മഹത്യ ചെയ്യുകയെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ സങ്കടകരമായ കാര്യമായിപ്പോയി. വളരെ വളരെ വിഷമം. അത് അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം നിക്ഷേപിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ, അതും ഒരു ചികിത്സാ ആവശ്യം വന്നപ്പോൾ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇങ്ങനെ വാക്കാൽ മുറിവേൽപ്പിക്കുകയും ചെയ്തല്ലോ. അങ്ങേയറ്റം സങ്കടകരമായിപ്പോയി. ഇത് നേരത്തെ മറ്റുള്ള ആളുകളോടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഈ അത്തരം പരാതികൾ വേറെ ആളുകൾക്കും ഉണ്ടായിരുന്നോ? പണം ചോദിച്ചിട്ട് നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന പരാതി വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിരുന്നോ? വന്നതിൽ പലരും പറയുന്നുണ്ട് ഈ ഒരു ബാങ്ക് നേരത്തെ പോലെ പ്രശ്നത്തിലാണെന്നുള്ളതാണ് അറിവ്. ശരി, വളരെ നന്ദി ശ്രീ സണ്ണി ഞങ്ങളോട് സംസാരിച്ചതിന്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരുകയാണ്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഏതായാലും പ്രതിഷേധ സമരങ്ങളൊക്കെ നടക്കുകയാണല്ലോ. ആൽവിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആൽവിൻ, അവിടെ നേരത്തെ മുതൽ തന്നെ ഇത്തരം മറ്റ് പരാതികൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ രാഷ്ട്രീയ പ്രതിപക്ഷം മറ്റ് കക്ഷികൾ പറയുന്നത്? ഇപ്പോൾ അവർ സമരം നടത്തുകയാണല്ലോ. സമരം തുടരുകയാണ്. ബാങ്കിന് മുമ്പിൽ ഇപ്പം സാബുവിന്റെ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ അനുവദിക്കാതെ വലിയ തോതിലുള്ള സമരം BJP-യുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ട്. അവരുടെ ആരോപണം ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരൊറ്റ നിമിഷം ശ്രീ ആൽവിൻ, ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ആ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ MJ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, ബാങ്കിനെതിരെ വലിയ ആക്ഷേപമാണല്ലോ വരുന്നത്. ഒരു പാവപ്പെട്ട ആള് പണം ചോദിച്ചു കൊടുത്തില്ല, അദ്ദേഹത്തിന് നിക്ഷേപ തുക കൊടുത്തില്ല, അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. എന്താ ബാങ്കിന്റെ ഒരു വിശദീകരണം? ബാങ്കിന്റെ സംബന്ധിച്ചോളം ആ പുള്ളിക്ക് നേരത്തെ 80 ലക്ഷം 2 ലക്ഷം ഒന്നിച്ച് കൊടുക്കുക, 7,040 ലക്ഷം 1 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരുന്നതാണ്. അല്ല മറ്റൊരു വഞ്ചന കളത്തിലൊന്നും അവിടെ ഇല്ല. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചു 2 ലക്ഷം രൂപ കൂടെ ബാക്കിയുള്ളത് തരണമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അങ്ങനെ സംഭവം അവിടെ ഇല്ല. സാമ്പത്തികമായിട്ടുണ്ട് മൊത്തം കൊടുത്തിരിക്കുന്ന ലോണുകളും. അല്ല, അദ്ദേഹം വന്ന് ചോദിച്ചില്ലേ? ഞാൻ ഇല്ലായിരുന്നു അവിടെ നിന്ന്, ഞാൻ പറഞ്ഞു ചോദിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി തരില്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ബാങ്കിൽ ആരെയും ഭീഷണിപ്പെടുത്താത്ത എന്റെ അറിവിലില്ല ഇതുവരെ. 19 വർഷമായി ഞാൻ ബാങ്ക് പ്രസിഡന്റായിട്ട്. അല്ല, താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല ശ്രീ വർഗീസ്, താങ്കൾ ഉണ്ടായിരുന്നില്ല, താങ്കളല്ല. പക്ഷേ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ലേ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരും അവിടെ ഇല്ല, ജീവനക്കാരില്ല, എല്ലാം സാധാരണക്കാരാ. അല്ല ശ്രീ വർഗീസ്, അല്ലാതെ ഒരാള് ശ്രീ വർഗീസ് അല്ലാതെ ബാങ്ക് നിക്ഷേപം വാങ്ങിച്ചു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓരോ മാസം 1 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതെ ആരെങ്കിലും അദ്ദേഹത്തിന് പണവും കൊടുത്തില്ല, അദ്ദേഹത്തെ അവഹേളിക്കുകയും ചെയ്താൽ അങ്ങനെയല്ലാതെ അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്യുമോ? ഇങ്ങനെ ഒരു കത്തെഴുതി വെക്കുമോ? നിങ്ങൾക്കെതിരെ കത്തെഴുതി വെച്ചില്ല അദ്ദേഹം മരിച്ചിരിക്കുന്നത്? ഞാൻ ഇന്നലെ ബാങ്കിലില്ലായിരുന്നു. സാവു ഞാനായിട്ട് അടുത്ത സുഹൃത്തുക്കളെ ഞങ്ങളൊക്കെ ആയിട്ട് 10 പൈസ നിങ്ങൾ വൈഫാനും കൊണ്ടു തരുന്നതാണേ. അങ്ങോട്ട് വിഷയമുള്ളതല്ല, എന്തോ മാനസികമായിട്ടുള്ള അസ്വസ്ഥല്ല. ബാങ്കിൽ നിന്ന് അങ്ങനെയാണ് പറയല. താങ്കൾക്ക് നേരത്തെ അറിയാവുന്ന ആളാണോ? നല്ല പരിചയമുള്ള ആളാണോ സാബു? എനിക്കറിയാവുന്ന ആളാ. ഞാൻ കട്ടപ്പന സ്കൂളിൽ പഠിക്കുകയും ചെയ്തതാ. അപ്പോ അദ്ദേഹം ഇതുപോലൊരു ബുദ്ധിമുട്ടുള്ളത് താങ്കളെ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല, ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല ഇവരായിട്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം വിളിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഇല്ല, അതെ. പക്ഷെ ഇതിപ്പോ അവിടെ ബാങ്കില് മറ്റുള്ളവർ നിങ്ങൾ പണം നിക്ഷേപ തുക ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, സാബുവിൻ്റെ ബന്ധു സണ്ണി വന്ന് സംസാരിച്ചിരുന്നു ഞങ്ങളോട്. പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്നീട് ഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് ആ സണ്ണി പറയുന്നത്. ഇല്ല, പേര് സണ്ണി, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു സണ്ണി. അങ്ങനെ ഒരു വിഷയം അവിടെ വാങ്ങിണ്ടായിട്ട് എന്നെ ഞാൻ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ 19 വർഷമായി. അല്ലല്ല, ഞാനത് എന്തെങ്കിലും ഓരോരുത്തർ രാഷ്ട്രീയ കളിയാണ് വന്നിരിക്കുന്നത്. പുറത്ത് BJP-യും കോൺഗ്രസിന്റെ സൊസൈറ്റി അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരുന്നു. അവസാനം CPM ഒരു മെമ്പർഷിപ്പ് എടുക്കുക, അവരെ ജയിച്ചു വരികയും ചെയ്തപ്പോൾ ഓട്ടോ കണ്ടിയാണ് ഞാൻ പ്രസിഡന്റായിട്ട് വന്നത് അവിടെ വീണ്ടും. 19 വർഷമായി. ഇതിപ്പോ CPM തന്നെ വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ബാങ്ക് അല്ലേ? നേരത്തെ താങ്കൾ തന്നെയല്ലേ അവിടെ പ്രസിഡന്റ് ആയിരിക്കും അല്ലേ? ഞാൻ തന്നെയായിരുന്നു പ്രസിഡന്റ് ആദ്യമോട്ടെ. സെക്രട്ടറി അധികാരം കാണിച്ച് പുള്ളിയെ പുറത്താക്കിയായിരുന്നു. അതിനുശേഷമാണ് അന്ന് ഇൻചാർജ് അന്നത്തെ ക്ലർക്ക് സെക്രട്ടറിയെ റജിയ എന്ന് പറഞ്ഞ ആളെ സെക്രട്ടറി ആക്കുന്നത്. അല്ല ഒരു വിഷയം എന്തോ
അല്ല, ഇതിപ്പോൾ ശ്രീ വർഗീസ് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, താങ്കൾ അറിഞ്ഞിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. ശരി, അത് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു, അങ്ങനെ ആയിരിക്കട്ടെ. പക്ഷേ താങ്കളല്ലാത്ത ആരോ അദ്ദേഹം വന്ന് പണം ചോദിച്ചപ്പോൾ വല്ലാതെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് അന്വേഷിച്ചോ താങ്കൾ? ഞാൻ അങ്ങനെ സംഭവം ബാങ്കിൽ ഉണ്ടായിട്ടില്ല. ആണോ? വിരോധികൾ ഒത്തിരി ഉണ്ട് ബാങ്കിനെതിരെ. സർവീസ് ബാങ്കുകാരുണ്ട്, അവിടെ കുറെ ഈ ബിസിനസ്സിൽപ്പെട്ടവരുണ്ട്, കുറെ ആൾക്കാരുണ്ട് ബാങ്കിനെതിരായിട്ട് നടക്കുന്നവർ. കുറെ കോൺഗ്രസിൽ ആൾക്കാരാണ്, BJP ആൾക്കാരും ഉണ്ട്. നമുക്കറിയാം, എനിക്കറിയാം. ഞാൻ എല്ലാവരുമായിട്ട് സീറ്റിങ്ങിൽ തന്നെ പോകുന്നു. ആരുമായിട്ടൊരു പ്രത്യേക എതിർപ്പ് വിദ്വേഷം എനിക്കില്ല. അങ്ങനെ ഉണ്ടാകില്ല. ഇപ്പൊ എന്തായാലും ഒരാൾ മരിച്ചു, ഒരു സങ്കടകരമായ കാര്യമാണ്. ഒരാൾ മരിച്ചു, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. പുള്ളി നമ്മുടെ സ്നേഹിതനായിരുന്നു. അമേരിക്ക കഴിഞ്ഞ വർഷം 80 ലക്ഷം കൊണ്ട് തന്നെ തുടങ്ങിയിറക്കി. 80 ലക്ഷം തിരികെ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിക്ഷേപ തുക കൊടുത്തിരുന്നോ നേരത്തെ? ഒരു കുറച്ച് പൈസ ബാക്കിയുള്ളൂ. നേരത്തെ 80 ലക്ഷം ഇട്ടിരുന്നു. അത് അന്ന് കൊടുത്തു. വീണ്ടും കൊണ്ട് 20 ലക്ഷം രൂപ എടുത്തത്. അത് കൊടുത്തോണ്ടിരിക്കുന്നത്. 80 ലക്ഷം അദ്ദേഹം ഇട്ടിരുന്നു. അതിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നു എനിക്ക് കൊടുക്കാൻ? അത് കൊടുക്കാൻ ഒന്നിച്ച് കൊടുത്തത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 3 വർഷം മുമ്പ്. അപ്പൊ ഇപ്പൊ ഈ അദ്ദേഹം ആവശ്യപ്പെട്ട 2 ലക്ഷം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളോ? ബാക്കി രണ്ടാം കൊണ്ടിട്ടാ ഈ പൈസ. ആ, അല്ല, ഇതിപ്പോ ഈ കോൺഗ്രസും BJP ഒക്കെ രാഷ്ട്രീയ കളി കളിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കത്ത് അവിടെ ഉണ്ടല്ലോ ശ്രീ വർഗീസ്, താങ്കൾക്ക് അറിയാവുന്നതല്ലേ? അദ്ദേഹം അവിടെ കത്തെഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു എനിക്ക് പണം തിരികെ നൽകാൻ തയ്യാറായിട്ടില്ല, ഈ ബാങ്കിൽ ചെന്നപ്പോൾ എന്നെ അധിക്ഷേപിച്ചു, ഇങ്ങനൊരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അങ്ങേയറ്റ ഹൃദയവേദനയോട് എഴുതി വെച്ചിട്ട് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുക, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്? എന്റെ വാക്ക് അവിടുത്തെ ജീവനക്കാരും അങ്ങനെ പറയുന്ന കക്ഷികളല്ല, ആരുമല്ല, എല്ലാ സാധാരണക്കാരാ, പാവങ്ങളാ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഇതൊരു വഞ്ചനയൊന്നുമില്ല. എന്നെ പറ്റി അന്വേഷിച്ച് നോക്കുക, പ്രസിഡന്റ് എന്നെ വലിയ കുഴപ്പക്കാരനാണെന്ന്. എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യനെയും എല്ലാ പാർട്ടിയും ഒരുപോലെ കാണുന്ന മനുഷ്യനാണ്. അല്ല, അത് ശരി തന്നെ. പക്ഷെ ഒരാൾ മരിച്ചല്ലോ, ഒരാൾ മരിച്ചല്ലോ ശ്രീ വർഗീസ്. അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരാൾ ഈ കാര്യം പറഞ്ഞിട്ട് മരിക്കാന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, അവിടെ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണ്ട, ആ കാര്യങ്ങൾ അന്വേഷിക്കണ്ടല്ലേ? താങ്കൾ അതുപോലും പറയുന്നില്ല. അന്വേഷിക്കണ്ടേ അവിടെ ആരെങ്കിലും? അന്വേഷിക്കുന്നുണ്ട്. നടപടി എടുക്കുകയും ഇവിടെ പുറത്താക്കുകയും ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ രാഷ്ട്രീയ കളിയാണ് എന്ന് പറയുന്നു. ശരി, അദ്ദേഹം എഴുതി വെച്ചത് അവിടെയുണ്ട്. പക്ഷേ രാഷ്ട്രീയം കളിച്ച് കോൺഗ്രസും BJPയും ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിൽ രാഷ്ട്രീയം കളിക്കേണ്ട കാര്യം എന്താ? അവർക്ക് എങ്ങനെയാണ് ബാങ്ക് പിടിക്കണം, തിരിച്ചു പിടിക്കണം ബാങ്ക്. സർവീസ് ബാങ്ക് ആകുമ്പോൾ അറിയാമല്ലോ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയല്ലേ. ശരി, ഇതുപോലെ മറ്റുള്ള ആളുകൾക്കും താങ്കളുടെ ബാങ്ക് എന്തെങ്കിലും പ്രതിസന്ധിയിലായിട്ട് മറ്റുള്ള ആളുകൾക്ക് പണം കൊടുക്കാത്ത പ്രശ്നമുണ്ടോ? പണം കൊടുക്കാത്ത പ്രശ്നമുണ്ടോ? എല്ലാവരും കൊടുത്തോണ്ടിരിക്കുക. 1 കോടി വരെ ഇട്ടാറുണ്ട്. അവരെല്ലാം കൊടുത്തോണ്ടിരിക്കുക. 10-20 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കുക മാസം തോറും. ഒത്തിരി പൈസ കിട്ടാറുണ്ട്, പിരിഞ്ഞ് കിട്ടാറുണ്ട്. ചിട്ടിയായിട്ടും ലോണായിട്ടും പട്ടയൊക്കെ കെട്ടി കണക്കിന് ഇരിപ്പുണ്ട് അവിടെ. ഇങ്ങനെ പിരിഞ്ഞു കിട്ടാൻ പണം ബാക്കിയുള്ളത് കൊണ്ടാണോ പ്രതിസന്ധിയിലായത്? ഇനിയിപ്പോൾ അന്വേഷണമൊക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണമൊക്കെ തട്ടിച്ചിട്ടാണോ ഈ ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോയത്? അങ്ങനെ തട്ടിപ്പാടി ഉണ്ടായിട്ടില്ല. ആരും ഒരു പൈസയും കൊണ്ടുപോയിട്ടില്ല അവിടുന്ന്. ഇല്ല, എനിക്കറിയാം. ശരി, വളരെ നന്ദി ശ്രീ വർഗീസ്. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ലോക്കൽ പണമുണ്ട്, 5 ലക്ഷം 10 ലക്ഷം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ പണം തീരാനുള്ള കാര്യമുള്ളൂ. പക്ഷേ ഒരു വിഷയങ്ങളും ഇല്ല അവിടെ. ശരി, വളരെ നന്ദി ശ്രീ വർഗീസ്. പക്ഷേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ആ ബാങ്കിൽ നിന്ന് പണം കിട്ടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചികിത്സയായിട്ട് ആശുപത്രി കഴിയുകയാണ്. ഭാര്യയുടെ ചികിത്സയ്ക്ക് അദ്ദേഹത്തിൻ്റെ പണം, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കി ബാങ്കിൽ കൊണ്ടുപോയിട്ട പണം തിരികെ കിട്ടിയിട്ടില്ല. ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അവിടെ നിന്ന് ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ബാങ്ക് കൊടുത്തില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോലീസിൻ്റെ കൈവശമുണ്ട്. എൻ്റെ അവസ്ഥ മറ്റാർക്കും വരാതിരിക്കട്ടെ എന്നുകൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, പണം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, നല്ല വാക്കുകൾ പറഞ്ഞ് പണം പെട്ടെന്ന് തരാം എന്ന് പറഞ്ഞയക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. തൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നുകൂടെ അങ്ങേയറ്റം ഹൃദയവേദനയോടെ എഴുതി വെച്ചാണ് ആ പാവപ്പെട്ട മനുഷ്യൻ സ്വയം ജീവനൊടുക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. ആൽവിനുണ്ട് നമ്മോടൊപ്പം. ആൽവിൻ, തുടരാം. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? കോൺഗ്രസും BJPയും വലിയ ശക്തമായ സമരത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? തുടരുകയാണ്. കോൺഗ്രസും BJPയും ഇപ്പോൾ സാബുവിന്റെ മൃതദേഹം അവിടുന്ന് മാറ്റുന്നതിന് നടപടി പോലീസ് സ്വീകരിക്കുന്നെങ്കിലും അതിന് മുമ്പായി, ഇൻക്വസ്റ്റ് നടപടികൾക്ക് മുമ്പായി ഈ പ്രതിഷേധം അവരവിടെ തീർക്കുകയാണ്. ഒരു കാരണവശാലും ഇതിലൊരു തീരുമാനമുണ്ടാകാതെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ ആരോപിക്കുന്നത് ഇതൊരു ആത്മഹത്യ അല്ല, ഒരു കൊലപാതകം എന്ന നിലയിൽ പോലുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണമായി അവർ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സാബു എഴുതിയ പോലീസിന് പക്കലുള്ള ഈ കത്തിൽ 3 പേരുകൾ തന്നെ ഇതിൽ ഉണ്ട്
എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ബാങ്കിലെ തന്നെ ജീവനക്കാരുടെ പേരാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ 3 പേരുകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ വളരെ മോശമായി അപമാനിച്ചത് തന്നെ എന്ന തരത്തിലും പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ അപമാനിതനായി അവിടുന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അല്ല, ആ പേരുകൾ കൂടെ അദ്ദേഹം നമ്മുടെ കൈവശമുണ്ടോ ആൽവിൻ? അതുകൂടെ പറയേണ്ടതാണ്. എന്താണ് അദ്ദേഹം അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞതെന്നുകൂടെ കാര്യം വിശദീകരിക്കേണ്ടതാണ്. കാരണം അവരുടെ വാക്കുകളാലാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെങ്കിൽ നിശ്ചയമായിട്ടും ആ പേരുകൾ പുറത്തു വരേണ്ടതുണ്ട്. ആ കത്തിൽ വളരെ വിശദമായി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, എല്ലാവരും അറിയാൻ, അതായത് ദിവസം ഡേറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് ആ കത്ത് എഴുതിയിട്ടുള്ളത്. എല്ലാവരും അറിയാൻ എന്റെ മരണത്തിന്റെ ഉത്തരവാദി ബാങ്ക് സെക്രട്ടറി റജി, സ്റ്റാഫായ ബിനോയ്, സുജാമോൾ എന്നിവരാണ് എന്നുള്ളതാണ് ആദ്യ വരിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്റെ ഒരു ജീവിതകാലം മുഴുവനും സമ്പാദിച്ച പണം നിക്ഷേപിച്ച റൂറൽ ഡെവലപ്മെന്റ് ബാങ്കില് എന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി ആവശ്യമെന്ന നിലയിൽ പണം ചെന്നപ്പോൾ എന്നെ അപമാനിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു ബിനോയും മറ്റുള്ളവരും. പണം തിരികെ ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ഇതിലൊക്കെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. സാബു എന്ന പേരിലാണ് ഈ കത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ആ കത്ത് പോലീസിന്റെ പക്കലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് സെക്രട്ടറിയായ റജിക്കും സ്റ്റാഫായ ബിനോയും സുജാമോളുടെയും പേരാണ് ഈ കത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബിനോയും ഇവരൊക്കെയും ഇതിൽ സ്വാഭാവികമായും പോലീസിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം 25 ലക്ഷം രൂപ 35 ലക്ഷം രൂപ ആദ്യം നിക്ഷേപിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് 10 ലക്ഷം രൂപ തിരികെ മടക്കി ബാങ്ക് നൽകിയിരുന്നു. അതിനുശേഷം 25 ലക്ഷം രൂപയുടെ പലിശ എന്ന നിലയിലാണ് ബാങ്ക് പണം ഓരോ മാസവും നൽകിയിരുന്നത്. ഇത്തവണ അദ്ദേഹത്തിന് ഭാര്യയുടെ ചികിത്സകൾക്കും കൂടുതൽ പണം ആവശ്യമായി വന്നു. ഇത് ആവശ്യമായി ചോദിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബാങ്കിൽ നിന്ന് ഇന്നലെയും അദ്ദേഹം ചെന്ന് ചോദിച്ചപ്പോൾ പണം നൽകാതെ അവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നതും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ശരി, നന്ദി ആൽവിൻ. വിവരങ്ങൾക്ക് എന്തായാലും അവിടെ കോൺഗ്രസും BJPയും പ്രതിഷേധ സമരത്തിലാണ്. ആൽവിൻ ഇപ്പോൾ പറഞ്ഞ പേരുകൾ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന അക്കാര്യം എനിക്ക് ആ പേരുകൾ അറിയാത്തത് കൊണ്ട് നേരത്തെ ബാങ്ക് പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്ന് ആൽവിൻ തന്നെ ചോദിച്ച് ഇവർക്കെതിരെയാണല്ലോ പരാതി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കണം.